ഹലോ, ഇത് ഞാൻ ആര്യാരുണാണ്. നീരു വൈനൈറ്റ്സ് മോം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റാഗി ഇഡലി കൊണ്ടാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞ് ഒരുപാട് നീട്ടുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കേ. അപ്പം ഞാൻ ദേ ഇവിടെ 2 കപ്പ് റാഗി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 1/2 കപ്പ് ഉഴുന്ന് കാലത്ത് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇഡലിക്കൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് സോക്ക് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ റാഗി പൗഡർ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നീട്ടിയെടുത്തിട്ടില്ല. പൊടി ഒന്ന് കുറുക്കി കലക്കിയെടുക്കും. നമുക്ക് ഒന്ന് അരച്ചെടുക്കുന്ന മുട്ടകൾ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. 4-5 മണിക്കൂറോളം ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ കൂടെ ഞാൻ ഒരു കൈപ്പിടി ചോറും കൂടെ കൂട്ടിയിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ റാഗി പൗഡർ ആദ്യം നമുക്ക് ഉഴുന്ന് മാത്രം തന്നെയായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടി ഈ റാഗി പൗഡറിൻ്റെ മിക്സും കൂടെ ഒന്ന് അല്പം ചോറും കൂടെ ചേർത്ത് അരച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം അരയ്ക്കുന്നത് നമ്മുടെ ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണേ. ഇനി നമുക്ക് ഈ റാഗി മിക്സും കൂടെ ചേർത്തിട്ട് അല്പാൽപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിൽ ആ കട്ടയൊക്കെ ഒന്ന് പോകാനും കൂടെ ആയിട്ടാണ്. അപ്പം ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരല്പം ചോറും കൂടെ ചേർക്കാം. അപ്പം ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചോറ് ചേർക്കുന്നത്. അതിൽ പകരം നമുക്ക് അവലുണ്ടെങ്കിൽ അവല് ചേർത്താലും മതി കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇപ്പം ഒരു കൈപ്പിടി ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് റാഗി പൗഡറാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പം ഞാൻ അതിനൊരു 1/2 കപ്പ് ഉഴുന്നും പിന്നെ ഇപ്പോൾ ഒരു കൈപ്പിടി എങ്ങനെ വായി വന്നത് ചോറും കൂടെ ചേർത്ത് ഇനി നമുക്കിത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ അപ്പത്തിനായാലും ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും എന്തരച്ചാലും ഞാൻ ഇതുപോലെ തവി കൊണ്ടല്ല കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. തവി കൊണ്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓവർനൈറ്റ് മൂടിയെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം പൊങ്ങോ എന്താവും എന്ന് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പം എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളതുപോലുള്ളൊരു സന്തോഷമാണ്. നമ്മൾ അരച്ച് വെച്ച മാവൊക്കെ ഇതുപോലെ പൊങ്ങി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ എനിക്കും കിട്ടി കേട്ടോ ആ ഒരു സന്തോഷം. നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഇഡലിത്തട്ടിൽ ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡലിത്തട്ടിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. വിട്ട് പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. എൻ്റെ കുഞ്ഞു ബാഗിൽ ഒതുങ്ങാവുന്ന ഒരു കുഞ്ഞപ്പച്ചമ്പ്. ഒരു തട്ടിൽ 3 ഇഡലി വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഇങ്ങനത്തെ 2 തട്ടാണ് ഇതിനുള്ളത് കേട്ടോ. അപ്പം ഞാൻ ദേ മാവെല്ലാം കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കുഞ്ഞിഡലി അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെച്ച് ഞാൻ ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് ഇഡലി പൊങ്ങി വന്നിട്ടുണ്ട്. ആ ഒരെണ്ണത്തിൽ വെള്ളം വീണതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബാക്കി ഉണ്ടായിരുന്ന മാവ് കൊണ്ട് ഞാനൊരു 3-4 ദോശയും കൂടി ഉണ്ടാക്കി ഏട്ടന് കൊടുത്തു വിട്ടു കേട്ടോ.
ഇതിൻ്റെ കൂടെ നമ്മുടെ സോയ റോസ്റ്റ് ചെയ്തതുണ്ടായിരുന്നു, സോയാ ബോൾ റോസ്റ്റ് ചെയ്തതും നമ്മുടെ തേങ്ങാ ചട്നി ആയിട്ടാണ് ഏട്ടന് ഞാൻ ലഞ്ചായിട്ട് ദോശയാണ് കൊടുത്തു വിട്ടത് കേട്ടോ. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റാഗി ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത് നമ്മുടെ ചട്നിയാണ് കേട്ടോ. ക്യാരറ്റ് ചട്നിയോ തക്കാളി ചട്നിയോ അതല്ലെങ്കിൽ നമ്മുടെ സാധാ തേങ്ങ അരച്ച ചട്നിയോ ഒക്കെ ഇതിൻ്റെ കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ, എനിക്കും ഇഷ്ടമായി. നമ്മൾ ഇഷ്ടപ്പെടുന്നതിലും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ വയറ് നിറയെ അത് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണല്ലേ. അപ്പോൾ അത് ഞാൻ തൃപ്തിയായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ വയറ് നിറയെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കുകയേ ചെയ്യരുത്. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ടാറ്റാ ബൈ, സീ യു.